നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രസകരമായ ഒരു കഥയാണ്. അത് മറ്റാരുടെയുമല്ല, തെന്നാലി രാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അത്ഭുതകരങ്ങളായ എന്തെന്തു വിദ്യകളാണ് ആ ഇന്ദ്രജാലക്കാരൻ കാണിച്ചത്. ആദ്യം അയാൾ കുറേ ചരൽക്കല്ലുകൾ പൊക്കിയെടുത്തു. കൈപ്പടങ്ങളിൽ പൊത്തിപ്പിടിച്ച് കറക്കി. ഏതോ ഭാഷയിൽ എന്തൊക്കെയോ ഉരുവിട്ടു. എന്നിട്ട് കയ്യിലിരുന്നത് സദസ്യർക്ക് നൽകി. ചരൽക്കല്ലുകളല്ല, സ്വർണ്ണ നാണയങ്ങൾ. പിന്നീട് ചെയ്തത് മറ്റൊരു വിദ്യയാണ്. നിങ്ങൾക്ക് ഏതേതു സുഗന്ധദ്രവ്യങ്ങൾ ആണോ വേണ്ടത്? അയാൾ വിളിച്ചു ചോദിച്ചു. ഒരാൾ പറഞ്ഞു ചന്ദനം വേണമെന്ന്. വേറൊരാൾ പനിനീർ ആവശ്യപ്പെട്ടു. ഇനിയൊരാൾ സാമ്പ്രാണി ചോദിച്ചു. ഇന്ദ്രജാലക്കാരൻ ഓരോരുത്തർക്കും അവ നൽകി. അവരവർ ആവശ്യപ്പെട്ട സാധനങ്ങൾ തന്നെ ഇന്ദ്രജാലക്കാരൻ നൽകി. അങ്ങനെ അനേകം വിദ്യകൾ പ്രദർശിപ്പിച്ചു. അയാൾ സദസ്യരോട് അവരെ അത്ഭുത സ്തബ്ധരാക്കിയ രീതിയിൽ നടത്തിയ വിദ്യകൾ വളരെ മികച്ചതായിരുന്നു. കാണികളെല്ലാവരും അത്ഭുതത്തോട് ആ ഇന്ദ്രജാലക്കാരനെ നോക്കി. ഒന്ന് പ്രത്യേകമായിരുന്നു അയാളുടെ അവസാനത്തെ ഇന്ദ്രജാലം. അയാൾ സ്വന്തം ശിരസ് ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത് അതിനെ സ്വന്തം കൈകളിൽ പിടിച്ചു ചുറ്റി നടന്ന് എല്ലാവരെയും കാണിച്ചു. അതിനുശേഷം അയാൾ ഒരു വെല്ലുവിളി നടത്തി. തമ്പുരാനെ, എന്നോട് മത്സരിക്കാൻ ഈ രാജ്യത്ത് ഒരു പുരുഷനുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾ മുന്നോട്ട് വരട്ടെ. ഇന്ദ്രജാലക്കാരൻ മത്സരത്തിൽ എന്നെ തോൽപ്പിച്ചുവെന്നിരിക്കട്ടെ, എന്നാൽ അയാൾക്ക് എൻ്റെ തല വെട്ടിയെടുക്കാം. വിദേശിയായി വന്ന ആ ഇന്ദ്രജാലക്കാരൻ ആ രാജ്യത്തെ രാജാവിനോടാണ് വെല്ലുവിളി നടത്തിയത്. വിജയനഗരത്തിൽ കേമന്മാരായ ജാലവിദ്യക്കാരുണ്ട്. അവരെല്ലാം ഇപ്പോൾ അവിടെ സന്നിഹിതരുമാണ്. എങ്കിലും ഒരുവനും വിദേശിയുടെ വെല്ലുവിളി സ്വീകരിച്ചില്ല. ഇങ്ങനെയൊരു അപൂർവ വിദ്യ അവർ അഭ്യസിച്ചിരുന്നില്ല. അതാണ് കാരണം. വിജയനഗരത്തിലെ ചക്രവർത്തി ലജ്ജിതനായി. ഇവിടുത്തുകാർ മോശമെന്നല്ലേ ഇതിനർത്ഥം? വല്ല വിധത്തിലും രാജ്യത്തിൻ്റെ സൽപ്പേര് നിലനിർത്തണം. അതിന് ആർക്കു കഴിയും? അദ്ദേഹം തെന്നാലി രാമനെ ഓർമ്മിച്ചു. രാമനും ആ സദസ്സിലുണ്ടായിരുന്നു. രാമ, ഈ വിദേശിയെ നിങ്ങൾക്കൊന്ന് തോൽപ്പിക്കാനൊക്കുമോ? രാജാവ് ചോദിച്ചു. എന്തു വിഡ്ഢിത്തരം കാണിച്ചിട്ടായാലും ശരി, നിങ്ങളൊന്ന് പരിശ്രമിക്കണം. നിങ്ങൾക്കത് സാധിച്ചാൽ ഞാൻ 1000 സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്കു തരാം. ചക്രവർത്തി തെനാലി രാമൻ്റെ ചെവിയിൽ പറഞ്ഞു. കേൾക്കാത്ത താമസം രാമൻ എഴുന്നേറ്റ് ഇന്ദ്രജാലക്കാരൻ്റെ മുമ്പിൽ ചെന്നു നിന്നു. ഹേ മനുഷ്യ, നിങ്ങളുടെ വമ്പു പറയലൊക്കെ അങ്ങ് മനസ്സിൽ വച്ചേക്കണം. അതൊന്നും എന്നോടെടുക്കേണ്ട. ആദ്യം നിങ്ങൾ എൻ്റെ വെല്ലുവിളി സ്വീകരിക്കണം. അത് കഴിഞ്ഞാവാം ഞാൻ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കുക. ഞാനൊരു വിദ്യ ഇപ്പോൾ കാണിക്കാം. കണ്ണടച്ചു വെച്ചിട്ടായിരിക്കാം ഞാൻ ആ വിദ്യ കാണിക്കുക. കണ്ണു തുറന്നു വെച്ചിട്ട് നിങ്ങൾക്കതേ വിദ്യ കാണിക്കാമോ? സാധിക്കില്ല എന്ന് ഞാൻ ഇപ്പോൾ തന്നെ തെളിയിച്ചു തരാം. എല്ലാവരും കേൾക്കുമാറ് രാമൻ വിളിച്ചു പറഞ്ഞു. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. ആ ഹാൾ നിറയെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. നിശബ്ദരാണ്. തെനാലി രാമൻ്റെ ഈ ശബ്ദം കേട്ടപ്പോൾ, ഈ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും മുഖത്തോടെ മുഖം നോക്കി മൗനമായിരുന്നു. ഇന്ദ്രജാലക്കാരൻ അതൊട്ടും രസിച്ചില്ല. ഹേ മനുഷ്യ, നിങ്ങൾ എന്നെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ വിദ്യ കാണിക്കൂ. ഞാൻ കണ്ണ് തുറന്ന് ആ വിദ്യ കാണിക്കാം. എനിക്കത് സാധിച്ചില്ലെങ്കിലോ എൻ്റെ തല വെട്ടാനുള്ള അധികാരം ഞാനിതാ നിങ്ങൾക്ക് വിട്ടുതരുന്നു. വിദേശിയായ ആ ഇന്ദ്രജാലക്കാരൻ തെനാലി രാമനോട് പറഞ്ഞു. ഇതുതന്നെയാണ് രാമൻ കാത്തിരുന്നത്. അയാൾ കുറേ മുളകുപൊടി വരുത്തി. എല്ലാവരും കാണുക കണ്ണുകൾ അടച്ച് മുളകുപൊടി കൺപോളകളുടെ പുറത്തു തേച്ചു. എന്നിട്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് കുറച്ചു നേരം അവിടെ നിന്നു. അതിനുശേഷം മുളകുപൊടി തുടച്ചെടുത്തു. കൺപോളകൾ നല്ലതുപോലെ കഴുകി. കണ്ണു തുറന്ന് ഇന്ദ്രജാലക്കാരനെ നേരിട്ടു. ശരി, ഞാൻ കണ്ണടച്ച് കാണിച്ചില്ലേ വിദ്യ? ഇത് നിങ്ങൾ കണ്ണു തുറന്നു വെച്ച് കാണിക്കൂ. തെന്നാലി രാമൻ ഇന്ദ്രജാലക്കാരനോട് ആവശ്യപ്പെട്ടു. മുളകുപൊടി കണ്ണുകൾ തുറന്ന് അകത്തു തേക്കുകയോ? അതിനുള്ള ധൈര്യം ഇന്ദ്രജാലക്കാരനുണ്ടായിരുന്നില്ല. അയാൾക്ക് തോൽവി സമ്മതിക്കാതെ നിർവാഹമുണ്ടായില്ല. തോറ്റതിൽ കുണ്ഠിതവും ഭയവും അത്യധികമായിരുന്നു.
തൻ്റെ തല വെട്ടാനുള്ള അധികാരം എതിരാളിക്ക് കൊടുത്തില്ലേ? അപ്പോൾ ഇന്ദ്രജാലക്കാരനെ നോക്കി തെനാലിരാമൻ പറഞ്ഞു, ഹേ ഇന്ദ്രജാലക്കാര, എനിക്ക് നിങ്ങളുടെ തല വേണ്ട, വേണ്ട. എനിക്ക് വേണ്ടത് എന്താണെന്നോ? ചക്രവർത്തിയുടെ സമ്മാനം. ഇത് പറഞ്ഞിട്ട് തെനാലിരാമൻ ചക്രവർത്തിയുടെ നേരെ തിരിഞ്ഞു. ചക്രവർത്തി സന്തോഷത്തോടെ സമ്മാനം നൽകി. വാഗ്ദാനം ചെയ്തിരുന്ന 1000 സ്വർണ്ണ നാണയങ്ങൾ. എല്ലാവരും നിറഞ്ഞ ചിരിയോടെ കൈയടിച്ച് തെനാലിരാമനെ അഭിനന്ദിക്കുക കൂടി ചെയ്തു. ഇത് തെനാലിരാമനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.